കടല് കാണാൻ പോവാണ്. എന്നിട്ട് ഞാൻ പറഞ്ഞ ഒക്കെ അവിടുന്ന് സ്വന്തം പോയിട്ടാ പോരാ. ഹലോ ഗായ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് മറ്റൊരു ട്രിപ്പ് പോവാണ് കേട്ടോ. അപ്പൊ അതിന്റെ കാഴ്ചകൾ കാണാം. നമ്മൾ എവിടെ പോവാ? ചിക്കനോ എവിടെ പോവാ? നമ്മള് പോവാനോ? ആദ്യമായിട്ട് കടല് കാണാൻ പോവാണ്. കടല് സീക്കൊന്നും അത്ര എക്സൈറ്റഡ് അല്ലെങ്കിലും ഞങ്ങൾ നല്ല എക്സൈറ്റഡ് ആണ് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ UK വന്നിട്ട് എല്ലാവരും ആദ്യം പോകുന്ന ഒരു സ്ഥലത്ത് നമ്മൾ ഏകദേശം ഒരു 3-3.5 വർഷം എടുത്തതിന് ശേഷമാണ് പോകുന്നത്. ബീച്ച് കാണാമെന്നതിലുപരി ഗാർഡിൽ ഡോർ എന്ന് പറയുന്നത് നമ്മുടെ UK മലയാളികൾ ഇങ്ങനെ ഇരച്ചു കയറി പോകുന്ന ഒരു സ്ഥലമാണ്. അപ്പം അതിൻ്റെ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ട്. പിന്നെ നല്ലൊരു ഡ്രൈവ് ആവുമല്ലോ. തൊട്ട് മുന്നേ നമ്മൾ ലേക്ക് ഡിസ്ട്രിക്ട് പോയ വീഡിയോ ഇട്ടില്ലേ? അപ്പം ഞാൻ പറഞ്ഞതുപോലെ തന്നെ UK ഓരോ സീസണും ഈ ഒരു നേച്ചർ കാണാൻ വളരെ ഭംഗിയാണ് കേട്ടോ. ഇങ്ങനെ ഡ്രൈവ് ഒക്കെ പോകുമ്പോഴാണ് അതിന്റെ ഭംഗി നന്നായിട്ട് ആസ്വദിക്കാൻ പറ്റിയത്. ഇങ്ങോട്ട് നോക്കിയേ, ആ പൂക്കളുടെ ഒരു ഭംഗി എന്ത് രസമാണല്ലേ. ഏക്കറുകളോളം ദൂരത്തില് ഇങ്ങനെ സ്കൈ കാണാൻ പറ്റുന്നത് തന്നെയാണ് റോഡ് ട്രിപ്പിന്റെ ഏറ്റവും വലിയ ഭംഗിയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. ആ ഒരു സ്കൈയും പിന്നെ നേച്ചറും എല്ലാം കൂടി വരുമ്പം നമുക്ക് നല്ലൊരു കാഴ്ചയാണ് സത്യത്തിൽ. വെറുതെ ഒരു സ്പോട്ടിലോട്ട് പോയില്ലെങ്കിൽ കൂടെയും ഈ ഒരു യാത്രകളൊക്കെ ഞങ്ങൾ ഏറെ എൻജോയ് ചെയ്യാറുണ്ട്. കഴിഞ്ഞ വീഡിയോ പറഞ്ഞതുപോലെ തന്നെ ഒരു 2 മണിക്കൂറൊക്കെ ഡ്രൈവ് ചെയ്ത് കഴിയുമ്പോൾ ഞങ്ങൾ ഒരു സർവീസ് എടുക്കും കേട്ടോ. സർവീസിൽ കയറി ഫുഡൊക്കെ കഴിക്കും. കാരണം മോട്ടോർവേയിൽ പോകുമ്പോൾ ഫുഡ് നമ്മൾ കൊണ്ടുപോയി കഴിക്കുന്നത് അത്ര പോസിബിൾ അല്ല. അപ്പോൾ ഫുഡൊക്കെ കഴിച്ച് കുഞ്ഞും കൂടി ഉള്ളത് കൊണ്ട് അവനെയൊക്കെ ഫീഡ് ചെയ്ത് ഇറങ്ങാറുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ മഗ്ഡീൻ്റെ ബിഗ് മാക്ക് ആണ്. അത് മേടിച്ചപ്പോൾ കിട്ടിയ ആ ഒരു ബോക്സ് അവന് ഭയങ്കര ഇഷ്ടമായി. പിന്നെ അവൻ അത് വെച്ച് കുറേ നേരം കളിച്ചുകൊണ്ടിരുന്നു. ട്രിപ്പ് പോകുമ്പോൾ എക്സ്പെൻസസ് കുറയ്ക്കാൻ വേണ്ടി ഞങ്ങൾ മാക്സിമം ഫുഡ് ഉണ്ടാക്കിക്കൊണ്ട് പോകാറുണ്ടെന്ന് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞല്ലോ. പക്ഷേ ഇങ്ങനെ മോട്ടോർവേയിൽ ട്രാവൽ ചെയ്യുന്ന സമയമാണെങ്കിൽ ഇങ്ങനെ സർവീസ് എടുക്കുന്ന സമയത്ത് നമ്മൾ കൂടുതലും മഗ്ഡിയിലോ അല്ലെങ്കിൽ KFCയിലൊക്കെ എന്തെങ്കിലും ഓഫറൊക്കെ ഉള്ളപ്പോൾ അതാണ് മേടിക്കാറ്. അപ്പോൾ നമുക്ക് കുറച്ചൊന്ന് എക്സ്പെൻസസ് കൺട്രോൾ ചെയ്യാൻ പറ്റുമേ. അങ്ങനെ ചെറിയൊരു ബ്രേക്കിന് ശേഷം ഞങ്ങൾ ഇതേ യാത്ര തുടർന്നു. കാർമേഘം ഇങ്ങനെ മൂടി നിൽക്കുന്നത് കണ്ടില്ലേ? രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ നല്ല ക്ലൗഡി ആണെന്നും റെയിനിന് സാധ്യതയുണ്ടെന്നും ഒക്കെ ChatGPT അറിയിച്ചിരുന്നു കേട്ടോ. പക്ഷേ എന്തായാലും പോയേക്കാന്നും കരുതി ഞങ്ങൾ ഇങ്ങോട്ട് ഇറങ്ങിയതാണ്. ഏകദേശം ഗാർഡിൽ ഡോർ അടുക്കാറായപ്പോൾ പഴയ കാലത്തെ ഓർമ്മകളായിട്ട് ഓലമേഞ്ഞ വീടുകളൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ ഫൈനലി ഒരു 3.5 hours ഡ്രൈവ് ചെയ്തിട്ട് നമ്മളിവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇവിടുന്ന് ഞങ്ങൾക്ക് നല്ലൊരു ഫ്രണ്ട്സിനെ കിട്ടി. മലയാളികളാണ്. അവരിപ്പോൾ ഓക്സ്ഫോർഡാണ് താമസിക്കുന്നത്. അവരുടെ കൂടെ ഒരു അമ്മയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നല്ല കാറ്റായിരുന്നേ. സിക്കിന്റെ മൊത്തം കാറ്റടിച്ചിട്ട് നോക്കിക്കേ. വണ്ടി നിർത്തുന്നിടത്ത് നിന്ന് സ്റ്റീപ്പായിട്ട് ഇറങ്ങിയിട്ട് വേണം നമ്മൾ വ്യൂ പോയിന്റ്സിലോട്ട് പോകാൻ കേട്ടോ. അതപ്പോൾ അവർ പറഞ്ഞുകൊണ്ടിരുന്നത് കുരിശുമലയിൽ പോകുമ്പോലെ ഉണ്ടെന്ന്. എത്ര ഭംഗിയുള്ള സ്ഥലങ്ങളാല്ലേ. കടലിന്റെ ഷെയ്ഡ്സും പിന്നെ അതിനോട് ചേർന്ന് നിൽക്കുന്ന ആ പാറകളും ലൈം സ്റ്റോൺ ആണ് മെയിനായിട്ടും. അതാണ് ഈ കടലിന്റെ ഏറ്റവും വലിയ ഭംഗി. എന്തിനു മാത്രം ആലോചിക്കേ. നേരത്തെ ഒരു ഫാമിലീനെ പരിചയപ്പെട്ട കാര്യം പറഞ്ഞില്ലേ? അവര് താമരശ്ശേരിക്കാരാണ്, മുക്കംകാര്. അവരുടെ കൂട്ടത്തിൽ ഒരു അമ്മയുണ്ടെന്ന് പറഞ്ഞില്ലേ? അമ്മയായിട്ട് സീക്ക് ഇങ്ങോട്ട് കമ്പനി ആയിട്ടോ. അപ്പോൾ സീക്ക് മിക്കവാറും സമയവും അമ്മയുടെ ഒപ്പമായിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് കുറച്ച് കപ്പിൾ ഫോട്ടോസ് ഒക്കെ എടുക്കാൻ പറ്റിയേ. അങ്ങനെ നമ്മൾ മെയിൻ ആയിട്ടുള്ള ഫോട്ടോ സ്പോട്ടിൽ എത്തിയിട്ടുണ്ട്. ഈ ഒരു ആർച്ചാണ് ഈ ഗാർഡിൽ ഡോറിനെ ഇത്രയും ആകർഷിക്കുന്ന ഏറ്റവും വലിയൊരു എലമെന്റ്. ഈ പാറകളുടെ ഷേപ്പും ചുറ്റുമുള്ള പാറകളും ഒക്കെ കാണുമ്പം കൊത്തി നിർത്തിയ പോലെ തോന്നുന്നില്ലേ? ഞങ്ങൾ അവിടെ നിന്ന് കുറച്ചധികം ഫോട്ടോസ് എടുത്തു കേട്ടോ. ഇപ്രാവശ്യം മറ്റേ ഫാമിലിയും കൂടി ഉണ്ടായിരുന്നതുകൊണ്ട് ഫോട്ടോസ് എടുക്കാനൊക്കെ കുറച്ച് ഈസി ആയിരുന്നു.
പോവാണോ? അച്ചോ, നമുക്ക് പോവാം. അവരുടെ കൂടെ ഒരു കുഞ്ഞിപ്പെണ്ണുണ്ടായിരുന്നേ. ഇവര് രണ്ടുപേരും നല്ല കമ്പനിയായി. പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടി ബീച്ച് സൈഡിലേക്ക് നടന്നു. ഒക്കെ ഞാനല്ല എല്ലായിടത്തും ഇങ്ങനെ പറയല്ലേ, വാ പോ അങ്ങോട്ട്. എന്നിട്ട് ഞാൻ പറഞ്ഞോലെ പൊക്കോ അവിടുന്ന്, സ്വന്തം അനുഭവിച്ചാ പോരാ. കാര്യം അത്യാവശ്യം വെയിലൊക്കെ തോന്നിയെങ്കിലും നല്ല തണുപ്പാണ്. ഐസിൽ മുക്കും പോലെയായിരുന്നു കാല്. How was your experience? കുറച്ചു നേരം അവിടെ ചിലവഴിച്ചിട്ട് ഞങ്ങൾ പതിയെ മേളിലേക്ക് കയറി പോന്നു കേട്ടോ. പക്ഷെ അതിൻ്റെ ഇടയിൽ ഒരു സംഭവം ഉണ്ടായി. കടലിൽ നിന്നൊരു സീല് പോലത്തെ എന്തോ ഒരു സാധനം കയറി വന്നു. ഞങ്ങൾ അവിടെ ഇരിക്കുമ്പോൾ തന്നെ കയറി വന്നായിരുന്നു. എല്ലാവരും അങ്ങോട്ട് പേടിച്ചു പോയി കേട്ടോ. മേളിലെത്തിയപ്പോൾ കുറച്ചും കൂടി വിസിബിൾ ആയിട്ട് തന്നെ കാണാൻ പറ്റി. കിട്ടുന്നുണ്ട്. അങ്ങോട്ട് പോയപ്പോൾ കുത്തിനെയുള്ള ഇറക്കായിരുന്നെങ്കിൽ ഇങ്ങോട്ട് വന്നപ്പോൾ കുത്തിനെയുള്ള കയറ്റായിരുന്നു. ഞങ്ങൾ എല്ലാവരും ടയേർഡായി. പക്ഷെ ആ അമ്മയായിരുന്നു കൂടുതൽ സമയവും സീക്കിനെ എടുത്തിരുന്നത്. അങ്ങനെ ഞങ്ങൾ അവരുടെ അടുത്തൊക്കെ ബൈ ബൈ പറഞ്ഞ് തിരിച്ചു പോരായിരുന്നു കേട്ടോ. തിരിച്ചിങ്ങോട്ട് ഇറങ്ങിക്കഴിഞ്ഞപ്പോഴത്തേക്ക് നല്ലോണം ഫോഗ് വന്ന് മൂടിയിട്ട് വഴിയിലുള്ള കാഴ്ചകളൊക്കെ നല്ല ഭംഗിയുണ്ടായിരുന്നേ. പക്ഷെ ഒത്തിരി ലേറ്റ് ആയിട്ടാണ് ഞങ്ങൾ വീട്ടിലെത്തിയത്. കാരണം ഇടയ്ക്ക് 2-3 സ്ഥലത്ത് നിർത്തി. ഇവന് കുറച്ച് വാശിയൊക്കെ ആയേ. അങ്ങനെ 2-3 സ്ഥലത്ത് നിർത്തിയിട്ടൊക്കെയേ വരാൻ പറ്റുള്ളൂ. പക്ഷെ എന്നാലും വെറുതെ ഇരുന്നൊരു ദിവസം നല്ല അടിപൊളി ദിവസമായിട്ട് മാറി. ഇങ്ങനത്തെ ചില ദിവസങ്ങളൊക്കെ നമ്മുടെ ലൈഫിലുള്ളത് നല്ലതല്ലേ. കുറച്ചൊന്ന് മുന്നോട്ട് പോകാൻ ഈ ഒരു ബിസി ലൈഫിൽ അല്ലെങ്കിൽ ഡ്യൂട്ടിക്കിടയിലൊക്കെ ഇതൊരു വലിയ പ്രചോദനമാണ്. അപ്പോൾ അടുത്തത് നല്ലൊരു യാത്രയുടെ വിശേഷമായിട്ട് വീണ്ടും വരാം. അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്തേക്കണേ. വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.